കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കണ്ണൂർ സ്റ്റൈലിൽ ഒരു അടിപൊളി കല്ലുമ്മക്കായ് ബിരിയാണി തയ്യാറാക്കിയെടുക്കാം. നല്ല ഫ്ലേവറോട് കൂടിയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കല്ലുമ്മക്കായുടെ ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സീക്രട്ടും കൂടി ഞാൻ നിങ്ങൾക്ക് ഇതിൽ പറഞ്ഞു തരാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കല്ലുമ്മക്കായ് ബിരിയാണി തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 750 ഗ്രാമോളം കല്ലുമ്മക്കായാണ് കേട്ടോ. കല്ലുമ്മക്കായ് നമ്മൾ വാങ്ങുന്ന സമയത്ത് അവരോട് പറഞ്ഞാൽ ഇതുപോലെ അതിൻ്റെ ആ തോട് ഇളക്കിയിട്ട് ഇറച്ചി മാത്രമായിട്ട് നമുക്ക് തരും. അപ്പോൾ ആ ഒരു ഇറച്ചി വാങ്ങിയതിന് ശേഷം അതിൻ്റെ പിൻവശത്ത് ഇതുപോലെ ധാരാളം അഴുക്കുണ്ടാവും. അത് നമുക്ക് കളഞ്ഞിട്ട് വേണം തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു കത്രികയോ അല്ലെങ്കിൽ കത്തിയോ വെച്ചിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ ഒന്ന് ഇളക്കി കളയണം. മുഴുവനായിട്ട് ഇളകി പോയില്ലെങ്കിൽ നമ്മൾ കഴുകുന്ന സമയത്ത് അങ്ങ് പോയിക്കോളൂ കേട്ടോ. നന്നായിട്ട് കഴുകിയാൽ മതി. അതിനുശേഷം ഇതുപോലൊരു സാധനം, ഒരു നൂല് പോലുള്ള, നമ്മൾ പാമ്പ് എന്ന് പറയും നമ്മുടെ ഭാഗത്തൊക്കെ, അങ്ങനെ ഒരു സാധനം ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. അത് നമുക്ക് അതിൻ്റെ നടുവിൽ നിന്നും ഇങ്ങനെ വിരൽ വെച്ചിട്ട് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും. കണ്ടില്ലേ, ഈ ഒരു സാധനം ഉണ്ടാവും. അതെടുത്ത് മാറ്റണം. അതുണ്ടെങ്കിൽ വയറുവേദനയൊക്കെ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ അതും കൂടി എടുത്ത് കളയുക. അതിനുശേഷം നല്ലതുപോലെ കഴുകിയെടുക്കുക. അങ്ങനെ കഴുകിയെടുത്ത് വെച്ച കല്ലുമ്മക്കായാണ് കേട്ടോ ഇത്. ഇനി ഈ കല്ലുമ്മക്കായിൽ നിന്നും ഞാനൊരു 7-8 കല്ലുമ്മക്കായ് ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമ്മൾ മസാല ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്ലേവർ കിട്ടും നമ്മുടെ ബിരിയാണി മസാലയ്ക്ക്. അതിനായിട്ടിത് ഒരു 7-8 എണ്ണം മതി, അത്രയും മാറ്റി വെക്കുക. ബാക്കി കല്ലുമ്മക്കായിലേക്ക് നമുക്ക് ആദ്യം തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഞാൻ ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് ഇവിടെ മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെളുത്തുള്ളി, ഏകദേശം ഒരു 1/4 കപ്പോളം ഉണ്ടാവും. പിന്നെ അതിൻ്റെ പകുതിയോളം ഇഞ്ചിയും ഒരു 10 പച്ചമുളകും കൂടി എടുത്ത് ഒരു മിക്സിയിലിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമ്മുടെ കല്ലുമ്മക്കായ് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ചൂടായ ഒരു പാത്രത്തിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ എടുക്കാം. വെളിച്ചെണ്ണ ആണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. എണ്ണയിലേക്ക് നമ്മുടെ കല്ലുമ്മക്കായ് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കല്ലുമ്മക്കായ് എണ്ണയിലിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് നിരത്തി കൊടുക്കുക. അതിനുശേഷം ഇത് വേവാനായിട്ട് നമുക്കിവിടെ അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് സമയം കൊണ്ടൊക്കെ ഈ ഒരു കല്ലുമ്മക്കായ് നല്ലതുപോലെ വെന്ത് കിട്ടും. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് ഒരു 10 മിനിറ്റോളം ഈ കല്ലുമ്മക്കായ് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ട്. എന്നാലും നമുക്ക് കുറച്ച് സമയം കൂടി ഇതുപോലെ ഒന്ന് ഇളക്കി നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഏകദേശം ഒരു 1 മിനിറ്റ് വരെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. അങ്ങനെ കല്ലുമ്മക്കായ് ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും അതേ പാനിലോട്ട് തന്നെ ഞാൻ ഏകദേശം ഒരു 1.5-2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റാം. സവാള ഒന്ന് സോഫ്റ്റ് ആയിട്ട് തുടങ്ങുന്ന സമയത്ത് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലേ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ്, അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. അങ്ങനെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഏകദേശം 1.5-2 മിനിറ്റോളം വഴറ്റിയിട്ടുണ്ട്. പിന്നീട് 2 തക്കാളി കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കുറച്ച് കല്ലുമ്മക്കായ് മാറ്റി വെച്ചല്ലോ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ വെള്ളം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വെള്ളത്തോട് കൂടി തന്നെ ചേർക്കുക. അപ്പം നല്ല ഒരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഈ ഒരു മസാലയ്ക്ക്. അതിന് വേണ്ടിയിട്ടാണ് ഈ കല്ലുമ്മക്കായ് ഇതുപോലെ ചേർക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 4 കപ്പ് ജീരകശാല റൈസാണ് കേട്ടോ. നിങ്ങൾക്ക് ബസ്മതി റൈസ് വെച്ചിട്ടും ചെയ്യാം. ജീരകശാല റൈസ് ആണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. അരി കഴുകിയതിന് ശേഷം
ഞാനൊരു സ്ട്രെയിനറിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് അതിൻ്റെ വെള്ളം മുഴുവൻ പോകാൻ വേണ്ടിയിട്ട്. കുറച്ചൊരു 2-3 മിനിറ്റ് വെക്കുമ്പോഴേക്കും വെള്ളമൊക്കെ മുഴുവനായിട്ട് പോയി കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ചോറ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ചോറുണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് വലിയ പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വരെ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർക്കാം. അതിലേക്ക് ഞാൻ കുറച്ച് ഒരു 3 ടേബിൾ സ്പൂൺ വരെ നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 3-4 പട്ട ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 6-7 ഗ്രാമ്പു, ഒരു 4-5 ഏലക്കായ്, പിന്നെ ഒരു ബേ ലീഫ്, ഒരു തക്കോലം ഇത്രയും ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു 2 ടേബിൾ സ്പൂൺ സവാള കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ നേരത്തെ വെള്ളം കളയാൻ വെച്ച അരി ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം അരി വറുക്കാനായിട്ട്. ഒരു 3 മിനിറ്റ് സമയം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാൻ ഈ അരി നല്ലതുപോലെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ലതുപോലെ തിളപ്പിച്ചെടുത്ത 6 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മൾ 4 കപ്പ് റൈസ് എടുത്തതുകൊണ്ട് 6 കപ്പ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അതായത് 1 കപ്പ് റൈസിന് 1.5 കപ്പ് എന്നുള്ള രീതിയിലാണ് വെള്ളം എടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്കിത് അടച്ചു വെക്കാം. നല്ലതുപോലെ തിളച്ച് തുടങ്ങിയതുകൊണ്ട് തന്നെ നമുക്കിനി ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കൊടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ടൊരു 8-10 മിനിറ്റ് സമയം വെക്കുമ്പോഴേക്കും നമ്മുടെ ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമ്മൾ കല്ലുമ്മക്കായൊക്കെ ചേർത്ത് വേവിച്ചതുകൊണ്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ കല്ലുമ്മക്കായുടെ ഒരു നല്ല ഫ്ലേവർ അറിയാൻ പറ്റുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത കല്ലുമ്മക്കായ കൂടി ഇതിലേക്ക് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും പുതിനയില അരിഞ്ഞതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മല്ലിയിലയും പുതിനയിലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മസാല അടച്ചു വെച്ചിട്ട് അടുപ്പത്തുനിന്ന് മാറ്റാം. അതുപോലെ നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു 9-10 മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ദമ്മിടണം. ഇപ്പോൾ ദമ്മിടാനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ കല്ലുമ്മക്കായ് മസാല ഏറ്റവും അടിയിലായിട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേവിച്ച് വെച്ച റൈസും കൂടി ഇട്ട് കൊടുക്കാം. റൈസ് ചേർത്തിട്ട് അതും കൂടി ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഗരം മസാല പൊടി ഒന്ന് വിതറി കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, ഒരു 1/4 ടീസ്പൂൺ വരെയൊക്കെ മതിയാവും. പിന്നെ മുകളിൽ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിവിടെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റെങ്കിലും കുറഞ്ഞത് നമുക്ക് ദം ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങളുടെ പാത്രത്തിന് അടി കട്ടി കുറവാണെങ്കിൽ താഴെ എന്തെങ്കിലും പഴയ പാനോ മറ്റോ വെച്ച് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. ഞാനിതൊരു 15 മിനിറ്റ് ഇതാ നല്ലതുപോലെ ദം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റിയിട്ട് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. കല്ലുമ്മക്കായ് ഇഷ്ടമുള്ള എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നല്ല ഫ്ലേവറാണ് ഈ ഒരു ബിരിയാണിക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ബിരിയാണി ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്